അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറത്തു തീനിലെ ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഈ സൂറത്ത് എവിടെ വെച്ചാണ് അവതരിച്ചത്? ഉത്തരം, മക്കയിൽ. ഇതൊരു മക്കി സൂറത്താണ്. അത്തീൻ എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം, അത്തിപ്പഴം, ഫിഗ്. അടുത്ത ചോദ്യം, അള്ളാഹു സത്യം ചെയ്ത 4 കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേത് അത്തി, രണ്ടാമത്തേത് ഒലീവ്, മൂന്നാമത്തേത് സീനാ പർവ്വതം, നാലാമത്തേത് മക്ക. അടുത്ത ചോദ്യം, തൂരി സീനീൻ എന്നാൽ എന്ത്? ഉത്തരം, സീനാ പർവ്വതം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവുമായി നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച പവിത്ര ഭൂമി. ഈ അനുഗ്രഹത്തിന്റെ ഓർമ്മയിലാണ് ഇവിടെ സത്യം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അൽ ബലദിൽ അമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം, വിശുദ്ധ മക്ക. മനുഷ്യ സൃഷ്ടിയെ കുറിക്കുന്ന പ്രയോഗം ഏത്? ഉത്തരം, അഹ്സനി തക്വീം. ഏറ്റവും ഉത്തമമായ ഘടനയിൽ, ഏറ്റവും സുന്ദരമായ ആകൃതിയിൽ, ശാരീരികവും ബൗദ്ധികവും ആത്മീയവുമായ പൂർണ്ണതയെ ഈ പദം സൂചിപ്പിക്കുന്നു. അഹ്സനി തക്വീം. അടുത്ത ചോദ്യം, മനുഷ്യനെ ഏറ്റവും താഴ്ന്നവരിലേക്ക് തള്ളുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നാമത്തെ വ്യാഖ്യാനം, അത് നരകത്തിന്റെ ആഴത്തിലേക്ക്, ഈമാനും കർമ്മവും ഉപേക്ഷിച്ചവരുടെ അന്ത്യം ആ ഒരു താഴ്ചയിലേക്കായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം, വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക്, ശരീരം ദുർബലമാകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടും എന്നുള്ളതാണ്. അസ്ഫല സാഫിലീൻ എന്നാൽ എന്ത്? ഉത്തരം, താഴ്ന്നവരിൽ വെച്ച് ഏറ്റവും താഴ്ന്നവൻ. ഈ ഖുർആനിക പ്രയോഗം മനുഷ്യന്റെ ആഴത്തിലുള്ള അധപ്പതനത്തെ ചിത്രീകരിക്കുന്നു. അധപ്പതനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു പറഞ്ഞ 2 നിബന്ധനകൾ, 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സൂറത്തിൽ? ഉത്തരം, ഒന്നാമത്തേത് വിശ്വാസം, അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും ഉറച്ച വിശ്വാസം. രണ്ടാമത്തേത് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. ഈ വിശ്വാസം കർമ്മങ്ങളിലൂടെ പ്രകടമാക്കണം. സൂറത്തു തീനിൽ ആകെ എത്ര ആയത്തുകളുണ്ട്? ഉത്തരം, 8 ആയത്തുകൾ. ഈ സൂറത്തിന്റെ അവസാന വചനം ഏത് ചോദ്യത്തോടെ അവസാനിക്കുന്നു? അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. അള്ളാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന പദം ഏത്? ഉത്തരം, അഹ്സനി തക്വീം. ഏറ്റവും ഉത്തമമായ ഘടന, ഭൗതികശേഷി, ആത്മീയബോധം, ശാരീരിക സൗന്ദര്യം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദൈവദത്ത ബഹുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ ഒരു പദവിയാണ് അഹ്സനി തക്വീം എന്നുള്ളത്. മംനൂൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? മംനൂൻ എന്ന് പറയുന്നത് മുറിഞ്ഞു പോകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം.
പക്ഷേ ഇവിടെ ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗൈറ മംനൂൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകാത്ത അനന്തമായ പ്രതിഫലം എന്ന് അർത്ഥം. ഈമാനും കർമ്മവും ഉള്ളവർക്കുള്ള ദൈവിക വാഗ്ദാനമാണത്. അടുത്ത ചോദ്യം, വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഈ സൂറത്ത് വിശേഷിപ്പിച്ചത് എങ്ങനെ? ഉത്തരം, അജ്റുൻ ഗൈറു മംനൂൻ, മുറിഞ്ഞു പോകാത്ത അവസാനിക്കാത്ത പ്രതിഫലം. അടുത്ത ചോദ്യം, മനുഷ്യന്റെ പതനത്തിന് കാരണമായി ഈ സൂറത്ത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? മനുഷ്യന്റെ പതനത്തിന് കാരണമായി ഈ സൂറത്ത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം, അള്ളാഹുവിനെ നിഷേധിക്കുന്നതിനെയും സൽക്കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതിനെയും. അടുത്ത ചോദ്യം, മനുഷ്യൻ അവന്റെ പ്രകൃതത്തിന് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവൻ എവിടെ എത്തുന്നു? ഉത്തരം, അസ്ഫല സാഫിലീൻ, ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അഥവാ ഏറ്റവും അധപ്പതിച്ചവരിലേക്ക് അവൻ മാറുന്നു. തക്വീം എന്ന പദത്തിന്റെ സാങ്കേതിക അർത്ഥമെന്ത്? ഉത്തരം, രൂപകൽപ്പന, വിന്യാസം അഥവാ ആനുപാതികം എന്നൊക്കെയാണ്. ഇവിടെ ഈ ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അഹ്സനി തക്വീം എന്നാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന ആശയം. അടുത്ത ചോദ്യം, വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ അവസാനിക്കാത്തത് എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ശാശ്വതമായതിനാൽ അവ ഒരിക്കലും ഇല്ലാതാവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യില്ല. അടുത്ത ചോദ്യം, വിശുദ്ധ മക്കയെ നിർഭയമായ നഗരം എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഉത്തരം, അവിടെ യുദ്ധവും രക്തച്ചൊരിച്ചിലും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഹറമിന്റെ പരിശുദ്ധത അതിനെ സമാധാന ഭൂമിയാക്കുന്നു.